നമസ്കാരം. ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സ് എടുക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള ഈ ചാനലിന്റെ ആദ്യത്തെ വീഡിയോ കണ്ട ഭൂരിഭാഗം പേരും ലൈഫ് സ്കിൽ എടുക്കുന്ന അധ്യാപകരാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായി തന്നെ ലൈഫ് സ്കിൽ എടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു ജനറേഷൻ ബിടെക് വിദ്യാർത്ഥികളുടെ ദിശാബോധം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന അധ്യാപകരാണ് നമ്മൾ. അത്തരത്തിൽ പറഞ്ഞതുകൊണ്ട് ലൈഫ് സ്കില്ല് എടുക്കുന്നതിനെ പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഈ ആക്ടിവിറ്റീസിലൂടെ അവരെ കടന്നു പോകാൻ ഹാൻഡ് ഹോൾഡ് ചെയ്താൽ മാത്രം മതിയാകും. കുട്ടികൾ നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അവർക്കത് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യാനുള്ള എബിലിറ്റി ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് നന്നായിട്ടുണ്ട്. അതിന് അവർക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതിനവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുക, മറ്റു കുട്ടികളുടെ പിയർ ലേണിംഗ് സാധ്യമാക്കുക, കൊളാബറേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ കുട്ടികൾക്കും അത് ചെയ്യാൻ പറ്റുമെന്ന ഒരു ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരിക എന്നുള്ള ഭാഗത്താണ് നമ്മുടെ കടമയുള്ളത്. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കുട്ടികളും പെർഫോം ചെയ്യും എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ചുമതലയാണ് നമുക്കുണ്ട്. മറ്റു പല വിഷയങ്ങളിൽ എന്ന പോലെ അധ്യാപകർ അല്ല കൂടുതലും സംസാരിക്കേണ്ടത്. കുട്ടികൾ സംസാരിച്ചു, കുട്ടികൾ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് പൊതു കാര്യങ്ങളിലേക്ക് കടക്കാം. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പൂർണ്ണമായിട്ടും ഇൻഡിവിജ്വലും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് സീരീസ് ടെസ്റ്റുകൾ ഇല്ല. കുട്ടികളെ 4 പേരോ 5 പേരോ 6 പേരോ ഉള്ള ഗ്രൂപ്പുകളാക്കി സെമിസ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ തിരിക്കുകയും അത്തരം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പരമാവധി ഓൺലൈൻ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ ഓൺലൈൻ കൊളാബറേഷൻ ടൂൾസ് ഉപയോഗിക്കുന്നത് വഴി അവർക്ക് സെൽഫ് സ്റ്റഡി അവേഴ്സിൽ ഈ കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ കൊളാബറേഷൻ ടൂൾസ് ഉപയോഗിച്ചാണ് ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു കഴിവെന്ന് പറയുന്നത് അവർക്ക് ഭാവിയിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കഴിവുകളിൽ ഒന്നാണ്. 3 ക്ലാസ് അവേഴ്സും 3.5 സെൽഫ് സ്റ്റഡി അവേഴ്സുമാണ് ഉള്ളത്. അതിൽ 3 ക്ലാസ് അവേഴ്സിൽ 2 അവർ ലെക്ചർ അവേഴ്സും 1 പ്രാക്ടിക്കലുമാണ്. പ്രാക്ടിക്കൽ അവർ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കഴിവുകൾ ആർജിക്കാനുള്ള ആക്ടിവിറ്റീസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതായത് നമുക്ക് 2 ലെക്ചർ അവറാണ് മറ്റ് ആക്ടിവിറ്റീസിനായിട്ടുള്ളത്. അതിൻ്റെ ഏതാണ്ട് ഇരട്ടി സെൽഫ് സ്റ്റഡി അവേഴ്സും ഉണ്ട്. അപ്പോൾ കുറച്ചധികം ആക്ടിവിറ്റികൾ കുട്ടികൾ സെൽഫ് സ്റ്റഡി അവേഴ്സിൽ ചെയ്തോളും. അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ തീർക്കുകയും ഡിസ്കഷൻസും തുടങ്ങിയ ആക്ടിവിറ്റീസാണ് നമ്മുടെ ലെക്ചർ അവേഴ്സിൽ അവർ ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.